നമസ്കാരം സർ. നമസ്കാരം. ഇന്നലെ വലിയ മുടയൊന്നും കാണിക്കാതെ നല്ല കുട്ടിയായിട്ടാണ് ട്രംപും സെലൻസ്കിയുമായിട്ടുള്ളൊരു കൂടിക്കാഴ്ച നടത്തിയത്. സാധാരണ ട്രംപ് കഴിഞ്ഞ തവണ വന്നപ്പോൾ സെലൻസ്കിയെ ശരിക്കും തൂത്തുവാരി ഓടിച്ചു എന്ന് തന്നെ പറയാം. പക്ഷെ ഇത്തവണ വലിയ നല്ല മര്യാദാരാമനായിട്ട് മര്യാദയായിട്ടാണ് സെലൻസ്കി ആയിട്ടുള്ള കൂടിക്കാഴ്ച നടത്തിയത്. സെലൻസ്കിയും അത്തരത്തിലൊരു കുട്ടിത്തൊക്കെ മാറ്റി കുറച്ച് ഗാംഭീര്യത്തോടെ തന്നെയാണ് ട്രംപിന്റെ മുന്നിലേക്ക് വന്നത്. പക്ഷെ ആ ഒരു കൂടിക്കാഴ്ചയിൽ യുദ്ധം അവസാനിപ്പിക്കുമെന്നൊരു സൂചനകളൊക്കെ പുറത്തു വരുന്നെങ്കിലും അത് എത്രമാത്രം വിശ്വാസയോഗ്യമാണ്? യുദ്ധമൊന്നും ഉടനങ്ങും തീരാൻ പോകുന്നില്ല. രണ്ട് രാജ്യങ്ങളുടെയും താല്പര്യം രണ്ടാണ്. ഇതൊക്കെ ചുമ്മാ നൊബേൽ സമ്മാനത്തിൽ നോമിനേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് പറയുന്ന കാര്യങ്ങളാണ്. ചില ചലച്ചിത്രകാരന്മാർ ഭാഷ്യം ചമയ്ക്കുന്നത് പോലെ എനിക്കിപ്പോൾ കിട്ടും നൊബേൽ സമ്മാനത്തിന് അർഹമായി. കേരള സ്റ്റോറിയും അങ്ങനെ അവകാശപ്പെട്ടില്ലേ? അതുപോലെ വലിയ കാര്യമൊന്നും ഉണ്ടെന്ന് തോന്നില്ല. പക്ഷേ രഞ്ജിനി ചോദിച്ച ചോദ്യത്തിൽ തന്നെ ഒരു ഉത്തരവുണ്ട്. അതായത് കഴിഞ്ഞ തവണ സെലൻസ്കിയെ കണ്ടപ്പോൾ ഡൊണാൾഡ് ട്രംപ് ചോദിച്ചൊരു ചോദ്യമുണ്ട്. How do you dare sit before the President of America in such a dress? Yes. ഈ വസ്ത്രവും ധരിച്ചുകൊണ്ട് നിങ്ങൾക്ക് നാണമില്ലേ അമേരിക്കൻ പ്രസിഡന്റ് മുമ്പിൽ വന്നിരിക്കും? എന്ത് വസ്ത്രം? സൈനിക വേഷം എന്തുവായിരുന്നു? നമ്മുടെ രാഹുൽ ഗാന്ധി ധരിക്കുന്ന വേഷം തന്നെ. സൈനികമൊന്നുമില്ല, ടീഷർട്ട് വിട്ടുകൊണ്ട് പോകുന്നു. അതിന് വേഷം ഒരു സിനിമാ നടനാണ്, ബേസിക്കലി ഒരു കൊമേഡിയനാണ്. അപ്പോൾ ഇത് മതിയെന്ന് വിചാരിച്ച് നമ്മുടെ രാജ്യത്ത് പിന്നെ ആൾക്കാരൊക്കെ നമ്മൾ പറഞ്ഞ എലുമ്പന്മാരും ഒക്കെ ഇട്ട് ടീഷർട്ട്, നമ്മുടെ ശരീരത്തിന് ഏറത്ത് ടീഷർട്ട് ഇട്ട് ഇങ്ങനെയൊക്കെ പോകുന്നു, ഫാഷനായിട്ട് കരുതുമല്ലോ. അതുപോലെ ഇട്ടാണ് ചെയ്യുന്നത്. അമേരിക്ക ഇതൊക്കെ മതി, നമ്മുടെ കൂട്ടുകാരനല്ലേ, ദോസ്തല്ലേ എന്ന് പറഞ്ഞു പോയി. ഇത് കേട്ട് സെലൻസ്കി അങ്ങ് ഞെട്ടിപ്പോയി. ആദ്യമായിട്ട് ഇങ്ങനെ ചോദ്യം ചെയ്യപ്പെടുന്നത്. രാഹുൽ ഗാന്ധിയും ഇതുപോലൊരു ചോദ്യം കേട്ടാൽ ഞെട്ടിപ്പോകും. കാരണം ആ പുള്ളി അതുകൊണ്ടുകൊണ്ടാണ് പോകുന്നത്. ഒരു ടീഷർട്ട് ഇട്ടുകൊണ്ട്, ഒരു വെയിറ്റ് സീറ്റ് ഷർട്ട് ഇട്ടുണ്ട്, കൗബോയിയെ പോലെയാണ് എല്ലായിടത്തും നടക്കുന്നത്. ഇപ്പോൾ ആ പ്രകടനം ബീഹാറിൽ കൂടെ നയിക്കുന്നു. അതും പാർലമെൻറ്റിൽ വരുന്നത് എല്ലാം ഇത് തന്നെ. ആകെപ്പാടെ പാവത്തിന് ഒറ്റ ഷർട്ട് മാത്രമേ ഉള്ളൂ, ആരെങ്കിലും വാങ്ങിച്ചു കൊടുക്കണം, അതവിടെ ഇരിക്കട്ടെ. പക്ഷേ ഈ പ്രാവശ്യം പറഞ്ഞത് എന്താണെന്നറിയാമോ? ഈ പ്രാവശ്യം പറഞ്ഞത് യു ലുക്ക് സോ ഹാൻസം ഇൻ ദിസ് ഡ്രസ്. ഒരു സാർട്ടോറിയൽ കമൻ്റ് എന്നാണ് ഞാൻ ഇംഗ്ലീഷിൽ പറഞ്ഞത്. ഷോൾഡറിലൊക്കെ തട്ടിക്കൊണ്ട് അങ്ങ് ഇഷ്ടപ്പെട്ടു പോയി പുള്ളിക്ക്. ഈ വേഷം കണ്ടപ്പോഴത്തേക്ക് അതിലങ്ങ് മറന്നങ്ങ് വീണുപോയി. അപ്പം നമ്മൾ വിചാരിക്കും ലോക കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യേണ്ട അമേരിക്കൻ പ്രസിഡന്റ് സ്ത്രീകളെ പോലെ, സ്ത്രീകൾ എന്നോട് ക്ഷമിക്കണം ഇത് പറയുമ്പോൾ, സാധാരണ ഈ കല്യാണം നിൻ്റെ സാരി ഏതടി, ലുക്കിനും സാരി കേട്ടോ എവിടെ നിന്ന് വാങ്ങിച്ചടി, എന്നിട്ട് അപ്പുറത്ത് അവിടെ സാരി കാശിനുള്ളവരെന്ന് പറയുന്നത് പോലെ ഒരു മനുഷ്യനായിട്ട് അമേരിക്കയുടെ പ്രസിഡന്റ് എന്ന് പറഞ്ഞ ലോകത്തിലെ ഏറ്റവും വലിയ സ്വാധീന ശക്തിയുള്ള ഒരു രാഷ്ട്രത്തിൻ്റെ തലവൻ, നമ്പർ 1 രാഷ്ട്രത്തിൻ്റെ തലവൻ ഇതുവരെ കേട്ടിട്ടില്ല ഒരു അമേരിക്ക. റോബർട്ട് കെന്നഡിയോ ഐസൻഹോവറോ എബ്രഹാം ലിങ്കൺ ഒരിക്കലും പറഞ്ഞിട്ടില്ല. കാരണം അദ്ദേഹം ഒരു സാധുവായി ജീവിച്ച മനുഷ്യനാണ്. ഒരിക്കലും പറയാത്ത ഇങ്ങനെ സാർട്ടോറിയൽ കമൻറ്റിലേക്ക് ഒതുങ്ങുന്ന ഒന്ന്. ഓഫ് കോഴ്സ് ഷേക്സ്പിയർ പറഞ്ഞിട്ടുണ്ട്, ദി അപ്പാരൽ ഓഫ്റ്റ് പ്രൊക്ലൈമത്ത് ദി മാൻ ടു ബി. അന്നത്തെ ഇംഗ്ലീഷിലാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്നുകൂടെ പറയാം, ദി അപ്പാരൽ ഓഫ്റ്റ് പ്രൊക്ലൈമത്ത് ദി മാൻ ടു ബി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അപ്പാരൽ നമുക്കറിയാം, എന്താണ്? വസ്ത്രം. ആ വസ്ത്രം കണ്ടാൽ അറിയാം ആളാരെന്ന് എന്നാണ് ഷേക്സ്പിയർ പറഞ്ഞത്. പക്ഷേ മഹാത്മാഗാന്ധിയുടെ അപ്പാരൽ കണ്ടിട്ട് അദ്ദേഹത്തിനെ നമുക്കാർക്കെങ്കിലും ബഹുമാനിക്കാതിരിക്കാൻ പറ്റുമോ? അപ്പം മഹാത്മാഗാന്ധി ആയിരുന്നു ട്രംപിൻ്റെ, സപ്പോസ് അങ്ങനെയായിരുന്നുവെങ്കിൽ, ട്രംപിൻ്റെ മുമ്പിൽ പോയിരുന്നുവെങ്കിലും ഒരൊറ്റ ചേല അത് ശരീരം പൊതിച്ചുകൊണ്ട് അങ്ങോട്ട് ചെന്നിരുന്നെങ്കിൽ എന്തൊരു കമൻറ്റായിരിക്കും, ഷൗട്ട് ചെയ്ത് പുറത്താക്കിയതിന്. ഇദ്ദേഹത്തിൻ്റെ ഈ വേഷം കണ്ടാണ് അന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്ന വിൻസ്റ്റൺ ചർച്ചിൽ, അദ്ദേഹം 3-piece സ്യൂട്ടൊക്കെ ഇട്ട് എപ്പോഴും പ്രത്യക്ഷപ്പെടാറുള്ളൂ, എപ്പോഴും അനൗപചാരികം വിട്ടു. അങ്ങനെയുള്ള ആളെന്താ പറഞ്ഞത്? ദി ഹാഫ് നേക്കഡ് ഫക്കീർ ഓഫ് ഇന്ത്യ എന്നാണ് പറയുന്നത്. അർത്ഥനഗ്ന സന്യാസി എന്നാണ് വിശേഷിപ്പിച്ചത്. ദേഷ്യം വന്നിട്ട് മഹാത്മാഗാന്ധി കണ്ണെടുത്തിട്ടുണ്ട്, കണ്ടുകൂടാ. എന്താ കാര്യം? ഈ അല്പത്വം, വസ്ത്രത്തിന്മേലുള്ള ഈ ധാരണ. ഇദ്ദേഹത്തിന് അറിവുണ്ടോ? ഇദ്ദേഹം ഒരു രാഷ്ട്രത്തിൻ്റെ മുഴുവൻ ആരാധനാപാത്രമാണോ എന്നുള്ളതൊന്നും സാധാരണ ബ്രിട്ടീഷുകാർ അവനിട്ടിരിക്കുന്ന വേഷം. ഈ വസ്ത്രം ഉടുത്തുകൊണ്ട് തന്നെയാണ് മഹാത്മാഗാന്ധി ബ്രിട്ടീഷ് രാജ്ഞിയുടെ മുമ്പിൽ പോയത്. ഒരു പ്രശ്നം ഉണ്ടായില്ല. പോയേ പറ്റൂ. കാരണം ലോകം ആദരിക്കുന്ന ഒരാളായിട്ട്, മഹാനായിട്ട് അദ്ദേഹം വളർന്നു കഴിഞ്ഞിരുന്നു. അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്ത് എത്ര തവണ നൊബേൽ സമ്മാനം ക്ലെയിം ചെയ്യാമായിരുന്നു. കാരണം അദ്ദേഹം അല്പത്തരമുള്ളവനല്ല, അതിനുവേണ്ടി കാംക്ഷിക്കുന്ന ആളല്ല, ഒരു കർമ്മയോഗിയെ പോലെ സന്യാസിയായി ജീവിച്ചവനാണ്. ട്രംപിനെ പോലെ ഉപരിപ്ലവമായിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നില്ല, സൂപ്പർഫിഷ്യൽ വ്യക്തിത്വം. അന്നാണ് വസ്ത്രം വെച്ചുകൊണ്ട് കാര്യങ്ങൾ തെറ്റ് ചെയ്തോ ശരി ചെയ്തോ എന്നുള്ളതിനെക്കുറിച്ച് പറയുന്നതിന് പകരം കേവലം ഒരു വസ്ത്രം കൊണ്ട് മനസ്സിനെ കീഴടക്കാൻ കഴിയുന്ന ഒരു വ്യക്തിത്വമാണ്
ഡൊണാൾഡ് ട്രംപിൻ്റെ എന്ന് വ്യക്തമായില്ലേ? എന്നിട്ട് എപ്പോഴും അദ്ദേഹം പറഞ്ഞു, ഞാൻ 6 യുദ്ധങ്ങൾ നിർത്തിയതുകൊണ്ട് എനിക്ക് നൊബേൽ സമ്മാനം എന്ന് പറയുന്ന ഒരു ഒബ്സഷനാണ് അമേരിക്കൻ പ്രസിഡന്റിനെ നയിക്കുന്നത്. കാരണം എന്താ, സെലൻസ്കിയുമായിട്ടുള്ള ഈ ഒരു കൂടിക്കാഴ്ചയിൽ ഒരു സമാധാനത്തിന്റെ വെള്ളക്കൊടി പാറുമെന്ന് തന്നെയാണ് പുറത്തു വരുന്ന വാർത്തകൾ. കാരണം ഇനിയിപ്പോൾ ഉടനെ തന്നെ പുടിനുമായിട്ട് ഏകദേശം ഈ ഒരു സന്ദർഭത്തിൽ തന്നെ 40 മിനിറ്റോളം സംസാരിച്ചു കഴിഞ്ഞു ട്രംപ്. അതിനുശേഷമാണ് ഇനി പുടിനും സെലൻസ്കിയുമായി ഒരു ചർച്ച നടത്തും. അതിനുശേഷം ത്രിരാഷ്ട്രങ്ങൾ ചേർന്ന്, അതായത് സെലൻസ്കി, പുടിൻ, ട്രംപ് ചേർന്ന് ഒരു ചർച്ചയിലായിരിക്കും ഈ ഒരു സമാധാനം വരുമോ ഇല്ലയോ എന്നുള്ളത്, യുദ്ധം തീരുമോ ഇല്ലയോ എന്നുള്ളത് അറിയാൻ. പക്ഷേ ഇതിനിടയിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. കാരണം ഭൂപ്രദേശങ്ങൾ വിട്ടുകൊടുക്കുന്നത് ഉൾപ്പെടെയുള്ള നാറ്റോയുടെ അംഗത്വം ഏറ്റെടുക്കുന്നത് പോലുള്ള നിരവധി പ്രശ്നങ്ങൾ, ഇത് എത്രമാത്രം അതിനെയൊക്കെ സാധൂകരിക്കാൻ സാധ്യതയുണ്ട്? യുദ്ധം ഇങ്ങനെയൊന്നും നിൽക്കും എന്നെനിക്ക് തോന്നുന്നില്ല. കാരണം ഇന്നലെ വന്നപ്പോൾ വളരെ വാശിയോടുകൂടി, പക്ഷേ ഏകദേശം 3.5 വർഷം കഴിഞ്ഞു, 4 വർഷമാകുന്നു, മടുത്ത്. റഷ്യക്ക് മടുത്തിട്ടില്ല, അതാണ് നല്ല കാര്യം. മടുത്തു. ആർക്ക് മടുത്തു? യുക്രൈന് മടുത്തു. കാരണം താങ്ങി നിർത്തുകയാണ്, പൊയ്ക്കാലിൽ താങ്ങി നിർത്തപ്പെട്ട ഒരു വ്യക്തിത്വമാണ് അദ്ദേഹം. യൂറോപ്യൻ രാജ്യങ്ങളുടെയും അതുപോലെ തന്നെ അമേരിക്കയുടെയും പിന്തുണ കൊണ്ട് മാത്രം പിടിച്ചു നിൽക്കാൻ കഴിയുന്ന ഒരു ശിഥില ശക്തിയാണ് യുക്രൈൻ എന്ന് പറയുന്നത്. അതേസമയം റഷ്യയുടെ പുടിൻ അങ്ങനെയല്ല, ആരെയും ആശ്രയിക്കേണ്ട കാര്യമില്ല. റഷ്യയുടെ സ്വന്തം സൈനികരുടെ ധൈര്യം കൊണ്ടും ആയുധങ്ങളുടെ പടക്കോപ്പുകളുടെ കൂമ്പാരം കൊണ്ടും ഏത് നിമിഷവും യുക്രൈൻ മുഴുവൻ പിടിച്ചടക്കാനുള്ള ശക്തിയുള്ള രാജ്യമാണ്. അത് ആരുടെയോ പൊയ്ക്കാലിൽ നിന്ന് കണ്ടോ എന്ന് പറഞ്ഞുകൊണ്ട് പണ്ട് ആമച്ചാരി ഞാനും കൂടി ഒരു മുതലയെ പിടിച്ചു എന്ന് ഒരു കുരങ്ങൻ ആണെന്ന് തോന്നുന്നു പറഞ്ഞതുപോലെയുള്ള ഒരു ക്ലെയിമാണ് അവരുടേത്. യൂറോപ്യൻ രാജ്യങ്ങളുടെ എല്ലാം അമേരിക്കയുടെയും സഹായം ഉള്ളതുകൊണ്ടാണ് പിടിച്ചു നിൽക്കാനെങ്കിലും പറ്റുന്നത്. എന്നിട്ട് പോലും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുതയാണത്. അത് നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. 22% യുക്രൈൻ പ്രദേശങ്ങൾ ഇപ്പോൾ റഷ്യ പിടിച്ചടക്കി വെച്ചിരിക്കുകയാണ് ഈ യുദ്ധത്തിന് ശേഷം. ആർക്കാ നഷ്ടം ഉണ്ടായിട്ടുള്ളത്? അതേസമയം യുക്രൈനും ഏതാനും ചില പ്രദേശങ്ങൾ റഷ്യയുടേത് പിടിച്ചെടുത്തിട്ടുണ്ട്. പക്ഷേ അത് അവർക്ക് ആവശ്യമുള്ള പ്രദേശങ്ങളെ അല്ല, ഒരു ഉപയോഗമില്ലാത്ത പ്രദേശം. ഇപ്പോൾ വരാൻ പോകുന്നതും കഴിഞ്ഞ ദിവസം പുടിൻ പറഞ്ഞത് ഇതുതന്നെയാണ്, ഞങ്ങൾ പിടിച്ചെടുത്ത പ്രദേശങ്ങൾ ഒരിക്കലും ഞങ്ങൾ വിട്ടുകൊടുക്കുകയില്ല, അവരുടെ പ്രദേശങ്ങൾ അവർ വേണമെങ്കിൽ എടുത്തോട്ടെ, യാതൊരു പ്രശ്നവുമില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. യുക്രൈൻ പറയുന്നതോ ആ പ്രദേശങ്ങൾ വിട്ടുതരണം. യുദ്ധം ചെയ്ത് ഒരു കാലത്തും അവർക്കത് നേടാൻ കഴിയുകയില്ല. ഇപ്പം ചർച്ചയിലൂടെ, അലാസ്കയിൽ നടന്ന ചർച്ചയിലൂടെ അതിന് തീരുമാനമാകുമെന്നാണ് ആര് വിചാരിച്ചത്? സെലൻസ്കി വിചാരിച്ചത്. വൊളോദിമിർ സെലൻസ്കി വിചാരിച്ചത് അങ്ങനെയാണ്. അത് നടന്നില്ല. ട്രംപ് നിരാശനായിട്ട് മടങ്ങിയപ്പോഴും അദ്ദേഹം എനിക്ക് നൊബേൽ സമ്മാനം കിട്ടണം, അദ്ദേഹത്തിന് ഒരു ആവശ്യം മാത്രമേ ഉള്ളൂ, നൊബേൽ. പ്രാഞ്ചി ഏട്ടന് പത്മശ്രീ കിട്ടണമെന്ന് പറഞ്ഞതുപോലെ ഇയാൾക്ക് നൊബേൽ സമ്മാനം കിട്ടണം എന്നുള്ളതാണ്. അതിന് ചേർത്തൊരു കാര്യം കൂടെ പറയാം. ആ നൊബേൽ സമ്മാനത്തിന് അർഹനാണെന്നും പറഞ്ഞ് പാകിസ്ഥാൻ നാമനിർദ്ദേശം ചെയ്തതുകൊണ്ടാണ് പാകിസ്ഥാനോട് പുതിയ പ്രണയം ഇപ്പോൾ ട്രംപിന് വന്നിട്ടുള്ളത്. അല്ലാതെ ആത്മാർത്ഥമായിട്ടുള്ള ഒന്നല്ല. മുഖസ്തുതി പറയുന്നവരെ വലിയ ഇഷ്ടമാണ് ട്രംപിന്. പണ്ട് രാജാക്കന്മാരുണ്ടായിരുന്നു, അവരുടെ ദർബാറിൽ വിദൂഷകന്മാരെ കൊണ്ടുവെക്കും, വനോളം പുകഴ്ത്തും. എങ്ങനെ? മന്നവേന്ദ്ര വിളങ്ങുന്നു ചന്ദ്രനെ പോലെ നിൻമുഖം എന്നൊക്കെ പറയുമ്പോൾ ഈ രാജാവിനങ്ങ് സുഖിക്കുകയാണ്. എന്നിട്ട് ഇവന് കരമൊഴിവായിട്ട് ഭൂമിയും കൊടുക്കും, പട്ടും വളയും, അതാണ് അന്നത്തെ സമ്പ്രദായം, അതൊക്കെ കൊടുക്കും, അങ്ങ് ഇങ്ങനെയുള്ള പുങ്കന്മാർ, അല്പന്മാർ ധാരാളമുണ്ട് ഈ ലോകത്ത്. അത്തരം ഒരു പുങ്കനാണ് ഡൊണാൾഡ് ട്രംപ് എന്നുള്ളതാണ് പരമാർത്ഥം. അതിൻ്റെ കളിയാണ് നമ്മളിപ്പോൾ ആഗോള രാഷ്ട്രീയത്തിലും കാണുന്നത്. ട്രംപിനെ പോൽ ഒരാൾ അമേരിക്കയുടെ തലവനായിട്ട് മേധാവിയായിട്ടിരുന്നു കൊണ്ട് ആ സ്ഥാനത്ത് കൊണ്ട് ഇത് ചെയ്യുമ്പോൾ ലോക രാജ്യങ്ങളിലാകെ ജിയോ പൊളിറ്റിക്കൽ അവസ്ഥയിൽ മാറ്റങ്ങളുണ്ടാകുന്നു. അതാണിപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നതും. അസീം മുനീറിനെ എന്തുകൊണ്ട് വിളിക്കുന്നു എന്ന് ചോദിച്ചാൽ, അസീം മുനീറിൻ്റെ പാകിസ്ഥാൻ പറഞ്ഞു ട്രംപാണ് ഈ യുദ്ധം നിർത്തിയത്. അപ്പോൾ ഒരു മാർക്കും കൂടായി.
നൊബേൽ സമ്മാനം കിട്ടാൻ ഒരു പക്ഷെ അത് നോമിനേഷൻ. ഇന്ത്യ അംഗീകരിച്ചിട്ടില്ലല്ലോ. ഇനി അതുകൊണ്ടാണ് ഇന്നലെ കൂടി സെലൻസ്കിയുമായിട്ടുള്ള മീറ്റിംഗിൽ ഇദ്ദേഹം ഇത് ആവർത്തിച്ച് പറയുന്നുണ്ട്. അതെ. ഇന്ത്യ പാക് ഈ ഒരു സംഘർഷം അവസാനിപ്പിച്ചത് എൻ്റെ ഒരു ഇതാണ്. പക്ഷെ അത് ഇന്ത്യ ഇതുവരെ അത് അംഗീകരിച്ചിട്ടില്ലല്ലോ. ആവർത്തിച്ചു. പ്രാഞ്ചിഘട്ടന ഇതാണ് എൻ്റെ പത്മശ്രീ എന്ന് പറഞ്ഞിട്ട് അവസാനം എന്തുവായിരുന്നു, പത്മശ്രീ എന്നുള്ള വീട് കൊണ്ട് അദ്ദേഹത്തിന് തൃപ്തിപ്പെടേണ്ടി വരും. അങ്ങനെ തൃപ്തിപ്പെടേണ്ടി വരും ട്രംപിന്. ശരിക്കും ഈ ഒരു യുദ്ധം അവസാനിപ്പിക്കേണ്ടുന്ന അത്യാവശ്യകത സെലൻസ്കിയും ട്രംപിനുമാണ്, പുതിനേക്കാളും. പുതിനും ആവശ്യമുണ്ട്. പക്ഷെ എന്നാൽ ഈ രണ്ടു പേർക്കാണ്. ട്രംപിന്റെ ഉദ്ദേശം നൊബേൽ സമ്മാനം മാത്രമല്ല, തെരഞ്ഞെടുപ്പ് സമയത്ത് ജനങ്ങൾക്ക് മുന്നിൽ ഇട്ടുവെച്ചിരുന്നതാണ് ഈ ഒരു യുദ്ധം അവസാനിപ്പിക്കുമെന്നുള്ളത്. ജനങ്ങൾക്ക് കൊടുത്ത ഒരു വാഗ്ദാനമുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള ഇത് പാലിച്ചില്ല എന്നുണ്ടെങ്കിൽ, ഒരുപക്ഷെ ട്രംപിന്റെ ഈ ഒരു കാലാവധി കഴിയുന്നതിന് മുമ്പ് അത് പാലിച്ചില്ല എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു ജീവിതത്തിലെ അല്ലെങ്കിൽ വലുതായിട്ട് സാരമായി ബാധിക്കാൻ സാധ്യതയുണ്ട്. അതിനൊപ്പം തന്നെ നൊബേൽ സമ്മാനം എന്നുള്ളൊരു അദ്ദേഹത്തിന്റെ വലിയൊരു ആഗ്രഹം അതും സഫലമാകില്ല. അതേപോലെ തന്നെ സെലൻസ്കി മടുത്തു എന്ന് തന്നെ പറയാം. യുക്രൈൻ ഒരുപക്ഷെ തരിപ്പണമായിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഭൂപ്രദേശങ്ങളെല്ലാം റഷ്യ കുറേ പിടിച്ചെടുത്തു. തിക്താനുഭവങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. എത്രയോ ജനങ്ങൾ, കുഞ്ഞുങ്ങൾ. ഇന്നലെ ഈ ഒരു ചർച്ചയിൽ ഇടയിൽ പോലും പുതിൻ അവിടെ പൊട്ടിച്ചിട്ടുണ്ട്. ഏകദേശം എനിക്ക് 41 പേരടങ്ങുന്ന ആൾക്കാർ മരണപ്പെട്ടിട്ടുണ്ട്, കുഞ്ഞുങ്ങളടക്കം മരണപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ഇവിടെ ചർച്ച നടക്കുമ്പോൾ തന്നെ അതൊരു വാണിംഗ് ആണ്, സെലൻസ്കിക്ക് കൊടുക്കുന്ന വാണിംഗ് ആണ്. കാരണം ഇത്തരത്തിൽ നിർത്തിയില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഇനിയും തുടരുമെന്നുള്ളത് റഷ്യയുടെ ഒരു വാണിംഗ് ആണ്. ഒരു പക്ഷേ അത് സെലൻസ്കിക്ക് വളരെ നിർണായകമായിരുന്നു ഇന്നലെ ചർച്ച. കാരണം എത്രയും വേഗം യുദ്ധം അവസാനിപ്പിക്കണം എന്നുള്ളതായിരിക്കില്ലേ. അപ്പം ഇത്തരത്തിൽ ഒരു സമാധാനത്തിൻ്റെ വെള്ളത്തൂവൽ ഉണ്ടാകും എന്ന് ട്രംപ് ഇന്ന് അദ്ദേഹത്തിൻ്റെ ട്രൂത്ത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ പങ്കുവെച്ചിരുന്നു. അങ്ങനെയെങ്കിൽ ഇനിയിപ്പോൾ പുതിനും സെലൻസ്കിയുമായിട്ടുള്ള മീറ്റിംഗ് അവർ ഉടനെ അറേഞ്ച് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതുകൊണ്ടൊന്നും പരിഹരിക്കാൻ പറ്റുകയില്ല. ഇപ്പോൾ സെലൻസ്കിയുടെ ആവശ്യം എന്താണ്? ആ പ്രദേശങ്ങൾ തിരിച്ചു കിട്ടണം. സ്വപ്നം ഒരിക്കലും നടക്കാത്ത സ്വപ്നമാണത്. പക്ഷെ ചില വിട്ടുവീഴ്ചകൾ, ചില പ്രദേശങ്ങൾ വിട്ടുകൊടുത്തും ഒക്കെ കൊണ്ടുപോയി ചില വിട്ടുവീഴ്ചകൾ നടത്താൻ സാധ്യതയില്ലേ? എന്താ സംഭവിക്കുന്നതെന്ന് അറിയാമോ? അങ്ങനെ വിട്ടുകൊടുത്താൽ പിന്നെ ഒരു തെരഞ്ഞെടുപ്പ് ജയിക്കില്ല. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് 3 വർഷമായിട്ട് നീട്ടിക്കൊണ്ട് പോവുകയാണ് ഇതിൻ്റെ കെയർ ഓഫിൽ അദ്ദേഹം ഇപ്പോൾ ട്രംപ് ആദ്യ കൂടിക്കാഴ്ചയിൽ ശരിയായി പറഞ്ഞതുപോലെ ഒരു ലോക മഹായുദ്ധത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ നോക്കൂ, റഷ്യക്ക് വേണമെങ്കിൽ യുക്രൈൻ മുഴുവൻ പിടിച്ചെടുക്കാം. അവർ പക്ഷേ അത് ചെയ്തിട്ടില്ല. അവരെന്താ പറയുന്നത്? ഞങ്ങളൊരു ലിമിറ്റഡ് മിലിറ്ററി ഓപ്പറേഷൻ മാത്രമാണ് നടത്തുന്നത്. ആ ലക്ഷ്യം അവർ സാധിച്ചു കഴിഞ്ഞു. പക്ഷേ നമ്മൾ നേരത്തെയൊക്കെ മുന്നേ കണ്ടതാണ്. ഇപ്പോൾ ട്രംപ് സെലൻസ്കി അല്ലെ ട്രംപ് പുതിൻ ഇത്തരത്തിലുള്ള കൂടിക്കാഴ്ചകൾ മാത്രമൊക്കെ ആയിരുന്നു. പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല. യൂറോപ്യൻ രാജ്യങ്ങളുടെ പ്രതിനിധികൾ ഉൾപ്പെടെ വന്ന് ഒരുമിച്ചാണ് ഈ ഒരു ചർച്ച നടത്തിയത്. അപ്പോൾ എന്ത് തന്നെയായാലും അതിനൊരു തീരുമാനത്തിലെത്താൻ സാധ്യതയില്ല. തീരുമാനത്തിലുള്ള സാധ്യത ഈ വാശിയാണ്. ആരെയാ വിളിച്ചത്? സെലൻസ്കിക്ക് സ്ഥലങ്ങൾ നഷ്ടപ്പെടും, ഞങ്ങളുണ്ട്, അടിയൻ ലച്ചിപ്പോന്നും പറഞ്ഞ് യൂറോപ്യൻ രാജ്യങ്ങളെല്ലാം കൂടി ഒരു ജാഥയായിട്ട് അവിടെ വന്നു ചർച്ച നടത്താൻ ട്രംപ് പോയിട്ട്. എന്തിൻ്റെ ആവശ്യമാണത്? എന്താണ് യുക്രൈൻ്റെ ഏത് സഖ്യത്തിലെ അംഗങ്ങളാണിവർ? റഷ്യയെ തകർക്കുന്ന വേണ്ടിയിട്ടൊരു സഖ്യം ഉണ്ടാക്കി വെച്ചിരിക്കുക. എന്താണ് റഷ്യ തെറ്റ് ചെയ്തത്? എന്ത് തെറ്റാണ് റഷ്യ ചെയ്തത്? കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു, അതുകൊണ്ട് നിങ്ങളെ വളഞ്ഞിട്ട് ആക്രമിച്ചു. ശരി, ഇപ്പോൾ കമ്മ്യൂണിസം അല്ലല്ലോ അവിടെ ഉള്ളത്. പിന്നെ നിങ്ങൾക്ക് എന്താണ് വ്യക്തിപരമായിട്ടുള്ള വിരോധം അവിടെ റഷ്യയോട്? പണ്ടും ഈ വിരോധം അമേരിക്കർക്കും പാശ്ചാത്യർക്കും ഉണ്ടായിരുന്നു റഷ്യയോട്. റഷ്യ 2ാം ലോക മഹായുദ്ധത്തിൽ ജർമ്മനിയെ തകർത്ത ഒരേ ഒരു രാഷ്ട്രമെന്ന് പറയുന്നത് റഷ്യയാണ്. ആ റഷ്യയ്ക്ക് അതിൻ്റെ ക്രെഡിറ്റ് ലഭിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഹിരോഷിമയിലും നാഗസാക്കിയിലും പോയി ബോംബ് വെച്ച് അമേരിക്ക ക്രെഡിറ്റ് നേടിയത്. ക്രെഡിറ്റ് നേടാനുള്ള ശ്രമമുണ്ടല്ലോ. ആ ക്രെഡിറ്റ് നമ്മുടെ സിസ്റ്റർമാരെ അവിടുന്ന് മോചിപ്പിച്ചപ്പോൾ ക്രെഡിറ്റ് നേടാൻ നടന്ന മത്സരം പോലെ മത്സരിച്ചിട്ട് റഷ്യയെ തോൽപ്പിച്ചതാണ്. അതിനു വേണ്ടിയിട്ടാണ് 1.5 ലക്ഷം പേരെ ഉരുകുന്ന തീയിൽ വെന്ത് മരിച്ചത്. എത്ര മഹാപാതകമാണ് ചെയ്തത് അമേരിക്ക എന്ന്. അതുപോലുള്ള പാതകം ഇപ്പോൾ നൊബേൽ സമ്മാനം നേടാൻ വേണ്ടിയിട്ടാണ് ഈ ചർച്ചകൾ നടത്തുന്നത്. എന്തു പാതകവും ചെയ്യാൻ മടിക്കാത്ത രാജ്യമാണ് അമേരിക്ക. ഇപ്പോൾ ട്രംപ് വളരെ നിരാശനായിട്ടാണ് അലാസ്കയിൽ നിന്ന് മടങ്ങിയത്. പുടിനാണ് സാധാരണ വാർത്താ സമ്മേളനം നടത്തുമ്പോൾ ആതിഥേയ രാജ്യമാണ് ആദ്യം സംസാരിക്കുന്നത്. ഇവിടെ ആരാ സംസാരിച്ചത്? ട്രംപ് എന്തെങ്കിലും മിണ്ടുന്നതിന് മുമ്പ് തന്നെ സംസാരിച്ച പുടിൻ ഏറ്റവും നല്ല ആത്മവിശ്വാസത്തോടു കൂടി തന്നെ തൻ്റെ നിലപാടുകളിൽ അവസാനം വരെ ഉറച്ചു നിന്നുകൊണ്ട് ആണ് അദ്ദേഹം സംസാരിച്ചത്. സോവിയറ്റ് യൂണിയൻ്റെ മഹത്വം, അദ്ദേഹം നമ്പർ 1 സോവിയറ്റ് യൂണിയൻ എന്നൊന്നും പറയുന്നില്ല, പക്ഷേ സോവിയറ്റ് യൂണിയൻ്റെ ശൗര്യം, ജർമ്മൻകാരോട് കാണിച്ച അവരുടെ ആ വീരരക്തസാക്ഷിത്വം
എത്ര പേരാണ് മരിച്ചതെന്ന്, റഷ്യൻ പട്ടാളക്കാർ എത്ര പേരാ മരിച്ചതെന്ന്. അത് രണ്ടാം ലോക മഹായുദ്ധം ഇല്ലാതാക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ച ഒരു വീരത്വം, അമരത്വമാണ് അവർ പ്രാപിച്ചത്. നമ്മൾ മറന്നുകൂടാ. എന്ന് പറയുന്നത് പോലെ ഇദ്ദേഹം ഇപ്പോൾ പറഞ്ഞ എന്താണെന്നറിയോ, ഒരു കണ്ടീഷൻ എന്താണെന്നറിയോ, നമ്മൾ ഓർക്കണം. ഈ മഹായുദ്ധം ഉണ്ടാക്കിയതാരാ? രണ്ടാം ലോക മഹായുദ്ധവും ഒന്നാം ലോക മഹായുദ്ധത്തിനും കാരണഭൂതനാരാ? അഡോൾഫ് ഹിറ്റ്ലർ. അദ്ദേഹം വളർത്തിയ പ്രസ്ഥാനമാണ് നാസിസം എന്ന് പറയുന്നത്. ആ നാസികളാണ് യുക്രൈനിൽ നിന്നുകൊണ്ട് റഷ്യക്കെതിരെ ഇപ്പോൾ ആക്രമണം നടത്തുന്നത്. അന്ന് രണ്ടാം ലോക മഹായുദ്ധത്തിൽ റഷ്യ അവരുടെ മേൽ നേടിയ വിജയത്തിന് പ്രതികാരം ചെയ്യുകയാണ്. പാകിസ്ഥാൻ നിഴൽ യുദ്ധങ്ങൾ നടത്തി ഇന്ത്യയെ ബ്ലീഡ് ചെയ്യാൻ ശ്രമിക്കുന്നത് പോലെ അതാണ് നടക്കുന്നത്. അത് അവസാനിപ്പിക്കണമെന്ന് ട്രംപിൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു അദ്ദേഹം. അതുപോലെ തന്നെ ഇപ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി പുടിനെ വിളിച്ച് സംസാരിച്ചു. കാര്യം എന്താണ്? അതിൻ്റെ കാര്യം എന്താണ്? യൂറോപ്യൻ രാജ്യങ്ങളും അമേരിക്കയും കൂടി ചേർന്ന് വളഞ്ഞിട്ട് ആക്രമിക്കാനുള്ള ശ്രമം നടക്കുകയാണ്. പക്ഷേ നമുക്ക് വിശ്വസിക്കാവുന്ന ഒരു അയൽക്കാരൻ എന്ന് പറയുന്നത് റഷ്യ മാത്രമാണ്. അതുകൊണ്ടാണ് പുടിനെ വിളിച്ച് സംസാരിച്ചത്. റഷ്യ ഇതിനകത്ത് ഒരു അന്യായവും ചെയ്യുന്നില്ല. റഷ്യ അവിടെ പിടിച്ചെടുത്ത സ്ഥലങ്ങളിലുള്ള ആൾക്കാരെല്ലാം റഷ്യക്കാർക്കാണ്. അവർക്ക് വേണ്ടത് റഷ്യൻ ഭാഷയാണ്. യുക്രൈനിൽ പഠിപ്പിക്കുന്ന ഭാഷകളോ യൂറോപ്യൻ യൂണിയനിൽ ചേരാനോ അവരെ ആഗ്രഹിക്കുന്നില്ല. ആ പ്രദേശങ്ങൾ മാത്രമേ പിടിച്ചെടുത്തിട്ടുള്ളൂ. യൂറോപ്യൻ യൂണിയനുമായിട്ട് ചേരണമോ എന്നൊക്കെയുള്ള സ്ഥലങ്ങൾ വിട്ടുകൊടുത്തു. എന്നു മാത്രമല്ല, നാറ്റോ എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു പ്രസക്തിയുമില്ലാത്തൊരു സംഘടനയാണ്. ലോകമഹായുദ്ധങ്ങൾ കഴിഞ്ഞു. അപ്പോൾ ഇനിയും വീണ്ടും ഒരു ലോകമഹായുദ്ധം ഉണ്ടാകാൻ വേണ്ടിയായി നാറ്റോ എന്ന് പറയുന്ന ഒന്നിനെ എപ്പോഴും നിലനിർത്തിയിരിക്കുന്നത്. ഇനിയിപ്പോൾ വേണമെങ്കിൽ പാകിസ്ഥാനും അംഗത്വം കൊടുക്കും അതിനകത്ത്. ഇപ്പോൾ തന്നെ സീറ്റോ അങ്ങനെയൊക്കെയുള്ള സംഘടനയിൽ പാകിസ്ഥാൻ അംഗത്വം കൊടുത്തുകൊണ്ട് അവർക്ക് ഒരുപാട് സഹായങ്ങൾ ലഭിക്കുന്നുണ്ട്. ഇപ്പോൾ പാകിസ്ഥാന് ഇതുപോലൊരു അംഗത്വം കൊടുത്താൽ നമ്മൾ സഹിക്കുമോ? നാറ്റോയുടെ അംഗത്വം പാകിസ്ഥാന് കൊടുത്താൽ നമ്മൾ സഹിക്കുമോ? അതുപോലെ ഉള്ള ഒരു വികാരമേ, റഷ്യൻ വികാരമേ വ്ളാദിമിർ പുടിൻ പ്രകടിപ്പിച്ചിട്ടുള്ളൂ എന്ന് മനസ്സിലാക്കണം. അത് അദ്ദേഹം ഉറച്ചു തന്നെ നിൽക്കുകയാണ്. ട്രംപിന് നൊബേൽ സമ്മാനം കിട്ടിയാലും ഇല്ലെങ്കിലും അതിൽ ഉറച്ചു നിൽക്കും. ഇതിൽ ഒത്തുതീർപ്പുണ്ടാവണമെങ്കിൽ അതിൽ വിട്ടുവീഴ്ച ചെയ്യേണ്ടത് ആരാണ്? സെലൻസ്കി തന്നെ വിട്ടുവീഴ്ച ചെയ്യേണ്ടി വരും അവസാനം എന്നാണ് ഞാൻ. അതല്ല, എനിക്ക് തോന്നുന്നു വിട്ടുവീഴ്ച മനോഭാവത്തോടു കൂടിയാണ് സെലൻസ്കി നിൽക്കുന്നത് എന്ന് തോന്നുന്നു. ഏതായാലും സമാധാനത്തിന്റെ വെള്ളക്കൊടി ഇരു രാജ്യങ്ങളിലും പാറട്ടെ.